നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ ഒരു ചില നിർദ്ദേശങ്ങൾ ഇന്ന് നമ്മളെ സമൂഹത്തിലേക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് രാത്രിയിൽ. കാരണം എതിരെ വരുന്ന വാഹനം ഓടിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത ഒരു രംഗമാണത്. എന്തെന്നാൽ ചിലർക്ക് ഈ എതിരെ വരുന്ന വാഹനത്തിന്റെ ലൈറ്റിന്റെ വെട്ടം അടിക്കുമ്പോൾ ഈ കണ്ണിലടിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ച് ഓടിക്കുന്നവരാണെങ്കിൽ അതിന്റെ പവർ ഈ വെട്ടവും അടിച്ചിട്ട് അവർക്ക് കണ്ണ് കാണാൻ പറ്റാതെ മറ്റെവിടെയെങ്കിലും റോഡിൽ നിന്ന് വണ്ടി താഴെ ഇറങ്ങിപ്പോവുക, അപകടം സംഭവിക്കുക, മരണങ്ങൾ സംഭവിക്കുക ചെയ്യുന്ന ഒരു പതിവ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ കേരളത്തിലൊന്നും മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുക്ക് ഒരുമാതിരി മിക്ക സംസ്ഥാനങ്ങളിൽ പോയാലും ഇത് കാണാൻ വളരെ എളുപ്പമാണ്. കാരണം എതിരെ വരുന്നവൻ അവന്റെ സേഫ്റ്റി ഓർത്തുകൊണ്ട് മാത്രം ലൈറ്റ് ഫുൾ അടിച്ച് പിടിച്ചിട്ട് പോവുക, പാസ് ചെയ്യുക. പിന്നെ അടുത്ത് ഈ ഡിമ്മടിച്ച് തീർച്ചയായും നിങ്ങൾ എതിരെ വരുന്നവന് റോഡ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഡിമ്മടിക്കണം. ഡിമ്മ് ഇട്ട് നിങ്ങൾ അവന്റെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമ്മ് ഓൺ ചെയ്യാം, അല്ല ബ്രൈറ്റ് ഓൺ ചെയ്യാം. പക്ഷേ അത് ചെയ്യാതെ ഈ അവന് ബ്രൈറ്റ് ഇട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിച്ചു കൊടുക്കണം. അതായത് നിന്റെ ലൈറ്റ് ബ്രൈറ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിന്. പിന്നെ മറ്റൊന്ന്, എതിരെ വരുന്ന വാഹനം ഒരുപക്ഷെ റോഡ് മാറി വന്നാലുമായി അപ്പൊ ഇങ്ങനെ ഒരു വെട്ടം കാണുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സിഗ്നൽ ഉണ്ടാവും. നമ്മുടെ മന്ത്രി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഒരു കാരണവശാലും ഓടിക്കരുത്. കാരണം അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ചിലർ കുട്ടികളെ വണ്ടിയിൽ ഇരുത്തി അവർക്ക് സ്റ്റിയറിംഗ് കൊടുക്കുന്ന ഒരു സംഭവം ഈ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അത് സംജാതമായിരിക്കുകയാണ്. പലരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിൽ വണ്ടി കൊടുത്ത് അവരെ ഓടിപ്പിക്കുന്നത് പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാർ പറയുന്നത്, നിയമപരം അല്ലാത്ത ഈ സംഭവം പിടിച്ചു കഴിഞ്ഞാൽ വളരെ, ഇപ്പൊ കോടതി തന്നെ ഒരുപാട് വലിയ പിഴ ഇതിനു വേണ്ടി ഇട്ടിട്ടുണ്ട്. 35,000 രൂപ വരെ ഒരു പിഴ അടയ്ക്കേണ്ട സാഹചര്യം മാതാപിതാക്കൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരത്തിൽ ഉള്ള ലൈസൻസ് ഇല്ലാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വണ്ടി കൊടുത്ത് റോഡിൽ ഇറക്കി ഓടിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, എതിരെ വരുന്ന വണ്ടി, നിങ്ങൾ 2 വേ റോഡിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ചിലർക്കൊരു ധാരണയുണ്ട്. അതായത് ഇപ്പൊ എതിരെ വരുന്നു, രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടി പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട്, ഇപ്പൊ വലതുനിന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ ഇടത് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ഉടനെ ക്രോസ് ചെയ്ത് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. അതായത് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് 2 പേരെടുത്ത് അനുവാദം ചോദിക്കാനാണ്, മുന്നിൽ വരുന്ന വ്യക്തിയും പിന്നിൽ വരുന്ന വ്യക്തിയും. അതായത് തീർച്ചയായും നിങ്ങൾ പിന്നിൽ വരുന്ന വ്യക്തിയെ നിങ്ങൾ ഓർമ്മപ്പെടുത്തലാണ്, ഞാൻ ലെഫ്റ്റിലോട്ട് തിരിയുകയാണ്. മുന്നിൽ വരുന്ന വ്യക്തിയോട് നിങ്ങൾ അനുവാദം ചോദിക്കുകയാണ്, എനിക്ക് തിരിയണം. അപ്പോ അദ്ദേഹം നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വളരെ സ്ലോ പോയി നിങ്ങളുടെ സ്ഥാനത്ത് ചെന്ന് തിരിയണം. പിന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, തൊട്ടടുത്ത് വന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു കാരണവശാലും നിങ്ങൾ തിരിയാൻ ശ്രമിക്കരുത്. അത് ശരിയല്ല. കാരണം ബാക്കിൽ വരുന്നവനും അറിയില്ല നിങ്ങൾ തിരിയുകയാണെന്ന്, മുന്നിൽ വരുന്നവനും അറിയില്ല. ആക്സിഡന്റ് നടക്കാൻ ഇത് 101% വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണോ, നിങ്ങൾക്ക് തിരിയാനുള്ളത് എവിടെയാണോ അതിനൊരു 100-150 മീറ്റർ മുമ്പേ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. അപ്പോ ഗണേഷ് കുമാർ സാർ പറയുന്ന മറ്റൊരു കാര്യം, അനധികൃതമായി ഓടിക്കുന്ന വണ്ടികളാണ്. അപ്പോ അതിന് ചില കാര്യകാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. റെന്റ് കാർ ഓടുന്നതും അല്ലാതെ ഓടുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ആ ചില കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം കേൾക്കുവാനുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അത് നടപടി എന്ന് പറഞ്ഞാൽ ചില്ലറ നടപടി ആയിരിക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ആക്ഷൻ എടുക്കും, ഒരു സംശയമില്ല എടുക്കും. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് ആർ സി ഓണർ അല്ലാത്ത ഇപ്പൊ ഭാര്യയ്ക്ക് ഓടിക്കാം, മക്കൾക്ക് ഓടിക്കാം, അനിയൻ ഓടിക്കാം, ചേട്ടൻ ഓടിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. നമ്മൾ നാട്ടിൽ പലരും 5-6 വണ്ടി വാങ്ങിച്ചിടുക,
അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാണെങ്കിൽ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക, ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റ് കാറായിട്ട് കൊടുക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ വക പരിപാടികൾ അനുവദിക്കില്ലെന്നാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിക്കുമെന്നോ അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ വരുന്ന വാർത്തകൾ. അങ്ങനെയല്ല അതിൻ്റെ കാരണം. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു വാങ്ങിച്ച് ചോദിക്കും. പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. അവരതും കൊണ്ട് നടക്കും. അതിൽ ചാരായം കൊണ്ടുപോയി, കഞ്ചാവ് കൊണ്ടുപോയി, ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്താം. അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് റെൻ്റ് കാർ നടത്താമല്ലോ. 5 6 എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും. അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നടത്താം. ഒരു തടസ്സവുമില്ല. നിയമപരമായിക്കോട്ടെ. വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാർ അവരെ വയറ്റിലടിക്കില്ലേ? കള്ള ടാക്സി എന്ന ഒരു ഉദ്ദേശം എന്താണ്? ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു. ഇപ്പോൾ ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട്, ടാറ്റോറിക്ഷ ഓടിക്കുന്നു, നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക. ഇതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റ് തന്നെയാണ്. എന്ത് അതിൻ്റെ ഉടമസ്ഥൻ എത്ര ഒച്ചത്തിൽ സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ്. ആ കുട്ടികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവർക്ക് വണ്ടി കൊടുത്തതാണ്. പിന്നെ ഈ നാട്ടിലുള്ള മറ്റ് ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. അവരോട് പോലീസ് ചോദിക്കും, അവരോട് മോട്ടോർ വെഹിക്കിളുകാർ ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന ആൾ വണ്ടി പിടിച്ചു വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആക്ഷൻ എടുക്കും, ഒരു സംശയമില്ല എടുക്കും. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു. അയാളെ പിടിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച്. പിന്നെ ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കുക, കാശ് കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വയ്ക്കുക. പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ഓടിക്കാൻ കൊടുക്കുക. ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വയ്ക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അതെടുത്ത് വല്ലവർക്കും വാടകയ്ക്ക് കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ദുഷ്ടതരമുണ്ടല്ലോ, അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ വണ്ടി വാങ്ങി വയ്ക്കുന്നതേ തെറ്റ്. കാശ് കൊടുത്തിട്ട് വണ്ടി RC ബുക്ക് പിടിച്ചു വാങ്ങിച്ച് വയ്ക്കുന്നത് തെറ്റ്. ബാങ്കിന് ചെയ്യാം. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ RC ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവർക്ക് ഫൈനാൻസ് ഇടാം. അല്ലാതെ അനധികൃതമായി ഇതിൻ്റെ കൂടെ ഇതുകൂടെ മനസ്സിലായിരിക്കും. അനധികൃതമായി പണം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ബലമായി വണ്ടിയുടെ RC ബുക്ക് വാങ്ങിച്ച് വയ്ക്കുകയും അതെടുത്ത് വല്ലവർക്കും ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടി എന്ന് പറഞ്ഞാൽ ചില്ലറ നടപടി ആയിരിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇത് തെറ്റിദ്ധാരണ വരത്തെയാണ്. സഹോദരന് വണ്ടി കൊടുത്തുകൂടാ, കൂട്ടുകാരന്, അങ്ങനെയല്ല. ആലപ്പുഴയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു. ആ കുട്ടികൾ മരിച്ച സംഭവത്തിൽ വെറുതെ ഒച്ചയൊന്നും എടുക്കണ്ട. അതിൻ്റെ ഉടമസ്ഥൻ കിടന്ന് ഏതോ ചാനലിലൊക്കെ ഒച്ചയെടുക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് ചൂടാവണ്ട. അടുത്ത വീട്ടുകാർക്കറിയാം, അടുത്ത നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇയാളെ പണി എന്തുവാണ്. നമ്മളെല്ലാം നാട്ടിൽ താമസിക്കുന്ന ആരും ബുദ്ധിയില്ലാത്തവരാണ്. എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഇന്ന ആൾ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്, അതിന് വലിയ വണ്ടികൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്, അത് റെൻ്റക്കാരന് ആളുകൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്, ഈ പലിശയും വാങ്ങണം, പിന്നെ ഈ വണ്ടി ഓടുന്ന കാശൂടെ വാങ്ങണം എന്നൊക്കെ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചതിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുള്ള 2 കേസുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കോടതി വാഹന ഉടമകളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു കേസിൽ വാഹന ഉടമയായ സഹോദരന് 34,000 രൂപ പിഴയും തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ കുട്ടിയുടെ മാതാവിന് 25,000 രൂപയാണ് കോടതി പിഴ ശിക്ഷയായി വിധിച്ചത്. ഇതുകൂടാതെ 25 വയസ്സ് തികയുന്നതുവരെ ഈ കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ അയോഗ്യതയും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പല രക്ഷിതാക്കളും അവരുടെ കൊച്ചുകുട്ടികൾ വാഹനം ഓടിക്കുന്നത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഇന്നും കണക്കാക്കുന്നത്. എന്നാൽ അവർ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ഈ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാകും എന്നുള്ളതാണ്. വിവാഹം, വോട്ടവകാശം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയ്ക്കെല്ലാം നിയമപരമായി പ്രായപരിധികൾ നിശ്ചയിച്ചിരിക്കുന്നത് ശാരീരിക വളർച്ചയ്ക്ക് പുറമെ മാനസിക പക്വത കൈവരിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് നിയമപരമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ കുട്ടികളെ വാഹനം ഓടിക്കാൻ രക്ഷിതാക്കൾ അനുവദിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ധാർമ്മികമായും നിയമപരമായുമുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതിനെ നാം മാനിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അതിനോടൊപ്പം മന്ത്രിയോട് ചില കാര്യങ്ങൾ നമുക്കും പറയുവാനുണ്ട്. എൻ്റെ ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. മന്ത്രിക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം റോഡിന് ഓരോ ഭാഗത്തും ഇത്ര കിലോമീറ്റർ വേഗത്തിൽ നിങ്ങൾ വാഹനം ഓടിക്കണമെന്ന് റോഡിൻ്റെ സ്ഥലങ്ങളിൽ, റോഡിൻ്റെ ഇരുവശത്തും ബോർഡ് സ്ഥാപിക്കണം. ഓരോ 5 കിലോമീറ്ററോ അല്ലെങ്കിൽ 20 കിലോമീറ്ററോ 10 കിലോമീറ്റർ 50 കിലോമീറ്ററിനുള്ളിൽ കുറഞ്ഞതൊരു 10 സ്ഥലത്തെങ്കിലും ഈ ബോർഡ്, സ്പീഡിൻ്റെ ബോർഡ് സ്ഥാപിക്കണം. ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കണ്ടാൽ പോലും മനസ്സിലാവുന്ന തരത്തിലാണ് ചില സ്ഥലങ്ങളിൽ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല.
ബോർഡ് വെക്കുമ്പോൾ ഒരു വാഹനം ഓടിച്ച് വരുന്നവന് കൃത്യമായി കാണണം ഈ റോഡിൽ ഇത്ര സ്പീഡ് ആവാവൂ. പിന്നെ ഒന്ന് മെയിനായിട്ട് പറയേണ്ട കാര്യം, നിങ്ങൾ ക്യാമറ വെക്കുന്നത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കലല്ല ഇതിന്റെ പണി. അതിന് പറയേണ്ടത് പൈസ ഉണ്ടാക്കുവാൻ ഒരു കുറുക്കു വഴിയാണ് ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്, മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്ന കുറുക്കു വഴിയാണ്. വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടില്ലേ, 100-100 120 സ്പീഡിൽ പോകുന്ന റോഡിൽ, അല്ലെങ്കിൽ ചെറിയ സ്പീഡ് 80 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന റോഡിലാവട്ടെ, പൊതുജനത്തിന് കാണുന്നത് പോലെ തന്നെയാണ് റോഡിന്റെ നടുക്ക് അതിന്റെ ഡിവൈഡർ കെട്ടി അതിന്റെ നടുക്ക് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100 മീറ്ററോ 150 മീറ്ററോ അല്ലെങ്കിൽ 80 മീറ്ററോ 200 മീറ്ററോ ഇതിനുള്ളിൽ ഒരു ബോർഡ് സ്ഥാപിക്കും. അതായത് ഈ 200 മീറ്ററിനുള്ളിൽ ക്യാമറ ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി, വരുന്ന വാഹനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി, സ്പീഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ഈ ബോർഡ് വെക്കാറുണ്ട്. മന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അങ്ങനെയാണ്. അതായത് ഒളിച്ച് പിടിച്ച് ഫോട്ടോ എടുത്ത് പണം ഉണ്ടാക്കുക, അതിന് പറയുന്ന മറ്റൊരു വശം അതിന് പൈസ ഉണ്ടാക്കുക, അല്ലെ അപകടം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയല്ല. ഈ കേരളത്തിലെ റോഡിന്റെ വശങ്ങളിൽ വെച്ചിരിക്കുന്ന ക്യാമറ ഇരിക്കുന്നത് ഒരിക്കലും ഒരു ഡ്രൈവറിന് കാണാൻ പറ്റില്ല. ഇതിന്റെ പിറകെ പെറ്റി വരുമ്പോഴാണ് അറിയുന്നത് ഈ വണ്ടിക്ക് ഇങ്ങനെ വന്നെന്ന്. അല്ലെങ്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളിനാണെങ്കിൽ ഒരു പക്ഷേ അറിയാം ഇന്ന സ്ഥലത്ത് ക്യാമറ ഇരിപ്പുണ്ട് എന്ന്. അത് പാടില്ല. മാത്രമല്ല സിഗ്നലുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സിഗ്നലുകളിലും ക്യാമറ സ്ഥാപിക്കണം. ഈ ക്യാമറ വാഹനം ഓടിച്ച് വരുന്ന വ്യക്തിക്ക് കാണുന്ന തരത്തിലായിരിക്കണം ക്യാമറകൾ വെക്കേണ്ടത്. അപ്പൊ അതുപോലെ റോഡ്, നമ്മുടെ ടാക്സ് വാങ്ങി ഈ റോഡുകൾ നിങ്ങൾ നല്ലതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്തിട്ട്, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് നോക്കിക്കാണ് എത്ര സ്പീഡിൽ വേണമെങ്കിലും വാഹനം ഓടിച്ചു പോവാം. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അവര് റോഡ് ടാർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ചോദിക്കുക എല്ലായിടത്തും ഇല്ല. എന്നിരുന്നാലും എക്സ്പ്രസ് ഹൈവേകളാവട്ടെ എല്ലാം നല്ല രീതിയിൽ ഇട റോഡുകളാവട്ടെ അതും നല്ലതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേക്ക് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് ടാക്സ് പിരിക്കുക, അവരെ കാര്യങ്ങൾ നടത്തുക. വണ്ടി കോടികൾ ചെലവാക്കി വാഹനം ഇറക്കുന്നവൻ സ്പെയർ പാർട്സിന് വേണ്ടി പണം വേറെ കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടികൾ ശരിയല്ല. അതിന് നിങ്ങൾ നല്ല നല്ല മാർഗങ്ങൾ കണ്ടെത്തി നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ഹൈവേകളൊക്കെ നല്ല സ്പീഡ്, നമുക്കും എക്സ്പ്രസ് ഹൈവേകൾ ആവശ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നമ്മൾ കണ്ടിട്ട് അത് അതിലാ പോയി യാത്ര ചെയ്ത് ആസ്വദിച്ചിട്ട് ആ ആസ്വാദനം പറയുന്നതല്ല. നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള റോഡുകൾ നമുക്കും ആവശ്യമാണ്. അതിന് പൊതുജനങ്ങളും ഇതിന് സഹകരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ പറയാനുള്ളത്, റോഡ് റെഗുലേഷൻ അത് കൃത്യമായി ഒരു വാഹനം ഓടിക്കുന്നവന് കാണുന്ന തരത്തിൽ ഈ റോഡിൽ വളവ്, ഈ റോഡ് ഇത്രയും സ്പീഡ് പാടുള്ളൂ, ഇത് നിങ്ങൾ നിർബന്ധമായും പാലിക്കണം. അതിന് കുറച്ചു മുമ്പ് മറ്റ് സിഗ്നലുകൾ, ഈ ഒരു വളവിൽ എത്തുന്നതിന് മുമ്പ് സിഗ്നലുകൾ ചില സ്ഥലങ്ങളിൽ സീബ്ര ലൈനൊക്കെ വരച്ചിട്ടുണ്ട് വളവിന്റെ തൊട്ടടുത്ത്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്, നമ്മുടെ നാട്ടില് കേരളത്തില് ഈ NH-47, ഇപ്പൊ അത് ഏത് നമ്പറാണെന്ന് അറിയാൻ വയ്യ. അതായത് തിരുവനന്തപുരം കൊല്ലം റോഡ് NH-47 പോട്ടെ, തിരുവനന്തപുരം കൊല്ലം റോഡിൽ ഈ ഹൈവേയിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പിറക്കെ എത്ര കിലോമീറ്റർ പോകേണ്ടി വരും? അയാള് സൈഡും കൊടുക്കില്ല. ഇനിയിപ്പോ ട്രാൻസ്പോർട്ട് ബസ് പോട്ടെ, ഒരു വലിയ വാഹനം, ലോറിയോ മറ്റെന്തെങ്കിലും ആവട്ടെ, പോയാൽ മുന്നിൽ കൂടി പോയാൽ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ആണ് ഓടേണ്ടത്? ഇതിനൊരു പരിഹാരം എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? അത് നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഒരു വലിയ വാഹനം പോയാൽ അതിന്റെ ഒരു 80% ആക്സിഡന്റുകൾ നടക്കുന്ന കാരണം തന്നെ ഇതാണ്. അതായത് ഒരു മനുഷ്യൻ വാഹനം ഇതിന്റെ പിറകെ പോയി ക്ഷമ കെട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ അടുത്തവൻ വന്ന് ഇടിക്കും. കാരണം ഈ ഓവർടേക്ക് കയറുന്നവൻ ഒരു പ്രതീക്ഷയോട് കൂടിയാണല്ലോ കയറുന്നത്. മുന്നിൽ വരുന്നവൻ പെട്ടെന്നായിരിക്കും കാണുന്നത്. അതുകൊണ്ട് അതിനും പരിഹാരങ്ങൾ ഉണ്ടാകണം. ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാര് വണ്ടി ഓടിച്ച് പോകുന്നത്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇതിലൊരു ഇത്രയും വലിയൊരു വണ്ടി ഓടിച്ച് പോകണം, അതിന് മുഴുവനും ജനങ്ങളുണ്ട്. അപ്പൊ അവരുടെ ജീവനും ഈ വളയത്തിലാണ് ഇരിക്കുന്നത്, അവന്റെ ജീവനും ഈ വളയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ റോഡില്ല,
വാഹനം ഓടിച്ചു പോകാൻ സൗകര്യമില്ല. ഒന്നത്. രണ്ടാമത്തെ കേസ്, പിന്നെ നമ്മളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ വാഹനം അലക്ഷ്യമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അവരൊക്കെ പോകുന്നത് കണ്ട നമുക്ക് തന്നെ ദേഷ്യം തോന്നിപ്പോവും. മറ്റു ചിലർ അതിപ്പോ റോഡിൽ പൊതുജനം പലവിധം. പക്ഷെ എങ്കിലും റോഡ് റെഗുലേഷൻസ് അത് നിങ്ങൾ നിർബന്ധമായും റോഡിൽ പല സ്ഥലങ്ങളിലും അതിന്റെ സിഗ്നലുകൾ കൊടുത്ത് എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.